നമസ്കാരം. പറയുന്നത് എന്താണോ അതിൻ്റെ വിപരീതം പ്രവർത്തിക്കുന്നവരാണ് CPM-കാർ. അവർ പറയുന്നതൊന്നായിരിക്കും, എന്നാൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നത് ദോഷമാണ്, തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വരുന്നത് ദോഷമാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് അവരിത് കൊണ്ടുവരാറില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കാറുമുണ്ട്. അത് നേതാക്കളുടെയും പാർട്ടിയുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഉദാഹരണത്തിന് സ്വാശ്രയ കോളേജ് സമരം കേരളത്തിൽ SFI-ക്കാർ നടത്തിയപ്പോൾ പിണറായി വിജയൻ്റെ മകളും മകനും മകൾ പഠിച്ചത് മറ്റൊരു സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജിലാണ്, മകൻ പഠിച്ചത് വിദേശത്താണ്. അതുപോലെ തന്നെയാണ് തൊഴിലാളി വർഗ പാർട്ടിയാണെങ്കിലും ഇവർ മിക്ക നേതാക്കൾക്കും അവർക്ക് ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മകൾ തന്നെ ഒരു IT കമ്പനിയുടെ ഉടമസ്ഥയാണ്. കൂടുതൽ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. MM ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസ് ഈ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വളരെ രൂക്ഷമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് നിരന്തരം സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് മഹാനായ നടൻ PJ ആൻ്റണിയുടെ ഭാര്യ മരണപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതേക്കുറിച്ച് ആശാ ലോറൻസ് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഈ വാർത്തയിലുണ്ട്, സഖാവ് TK രാമകൃഷ്ണൻ്റെ കാർമ്മികത്വത്തിൽ PJ ആൻ്റണിയും MSJയും രജിസ്റ്റർ വിവാഹം നടത്തി. സാക്ഷി സഖാവ് MM ലോറൻസ്. ജയ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നെനിക്കറിയില്ല. രജിസ്റ്റർ മാരേജുകൾ എതിർപ്പുകൾ നേരിടേണ്ടി വരുമ്പോൾ നടത്തുന്ന രീതിയാണല്ലോ, അല്ലെങ്കിൽ ആയിരുന്നല്ലോ. കോമ്രേഡ് TK രാമകൃഷ്ണൻ വിവാഹം ചെയ്തത് സ്വസമുദായത്തിൽപ്പെട്ട ഗൗരിയെ. MM ലോറൻസ് വിവാഹം ചെയ്തത് ബേബിയെ. സ്വസമുദായം. വിവാഹം പള്ളിയിൽ നടത്തി. കാര്യം പെൺവീട്ടുകാരുടെ നിർബന്ധം തന്നെ. അനാട്ടമി ടേബിളിൽ എത്തിച്ചപ്പോൾ പള്ളിയിലെ വിവാഹം ലോറൻസിൻ്റെ താല്പര്യമായിരുന്നില്ല എന്നൊക്കെയായിരുന്നു വാദങ്ങൾ. കോമ്രേഡ് MM ലോറൻസ് അച്ഛൻ 4 മക്കളോടും പറഞ്ഞിട്ടില്ല മിശ്ര വിവാഹത്തെക്കുറിച്ച്. ഒരിക്കലും വീട്ടിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുമില്ല. 4 മക്കളുടെ വിവാഹം പള്ളിയിൽ നടത്തപ്പെട്ടു. സഖാവ് TK രാമകൃഷ്ണന് 5 മക്കൾ, 4 പെൺമക്കളും 1 മകനും. എല്ലാവരും സ്വസമുദായത്തിൽ നിന്ന് വിവാഹം ചെയ്തു. കല, സിന്ധു, ഗംഗ, യമുന, യതി എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ. അതിൽ ഒരു മകൾ RSSകാരനെയാണ് വിവാഹം ചെയ്തത്. പാർട്ടി ഞെട്ടിപ്പോയെങ്കിലും സഖാവ് TKക്കെതിരെ നടപടിയുണ്ടായില്ല. RSS വാരിക കേസരി ലേഖനം എഴുതിയതിന് 2ാം ടെർമിനേഷൻ കിട്ടിയതാണ് എനിക്ക്. ഫസ്റ്റ് ടെർമിനേഷൻ BJPയുടെ സമരപ്പന്തലിൽ അയ്യപ്പ വിശ്വാസിയായ മകൻ പോയതിനായിരുന്നു. സഖാക്കളായ EMS, AKG, പിണറായി വിജയൻ, MB ഗോവിന്ദൻ, MA ബേബി മുതലായവർ വിവാഹം ചെയ്തത് സ്വസമുദായത്തിൽ നിന്ന്. CPI നേതാവ് ആഞ്ചലോസ് ലത്തീൻ കത്തോലിക്കൻ വിവാഹം ചെയ്തത് സുറിയാനി കത്തോലിക്കയെ. ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരുടെ ജീവിതത്തിലാണ് സമുദായം നോക്കാതെ വിവാഹം നടത്താൻ മുൻകൈയെടുക്കുന്നത്. സ്വന്തം കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ആ രീതിയില്ല. എന്തിന്? മാർക്സിൻ്റെ ഭാര്യയും സ്വസമുദായം ആയിരുന്നില്ലേ? കുരിശുമുണ്ടായിരുന്നു ജനീൻ്റെ മാലയിൽ. മൺമറഞ്ഞു പോയവർക്ക് സ്നേഹപ്രണാമം, പ്രാർത്ഥനകൾ. ജീവിച്ചിരിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിപ്ലവം നടത്താൻ അവസരം ലഭിക്കട്ടെ. കുംഭമേള കിഡിനെ കണ്ടുകിട്ടിയോ മിസ്റ്റർ MB ഗോവിന്ദൻ, AR റഹീം, ശിവൻകുട്ടി എന്ന് ചോദിച്ചുകൊണ്ടാണ് ആശാ ലോറൻസ് ഈ ഒരു കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ CPM നേതാക്കളൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മിശ്ര വിവാഹങ്ങളൊക്കെ വേണം എന്ന് ആവശ്യപ്പെടുമ്പോഴും അവരുടെ മക്കളുടെ കാര്യത്തിലൊക്കെ അവർ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിപ്പിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് ശരിയാണ്, അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണം, തങ്ങളുടെ സാമ്പത്തിക അടിത്തറ സുരക്ഷിതമായിരിക്കണം, തങ്ങളുടെ കുടുംബം സുരക്ഷിതമായിരിക്കണം, തങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം വേണം. ഈ നിർബന്ധങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ ഈ അണികളൊക്കെ ഇത്തരത്തിൽ ദാരിദ്ര്യത്തിൽ കിടന്നാൽ മാത്രമേ തങ്ങളുടെ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ ഒരിക്കലും സമൂഹത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കാത്തത്. ദാരിദ്ര്യം ഇല്ലാത്ത രീതിയിൽ സമൂഹത്തിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതിനെ ചെങ്കോണകം കുത്തി പൂട്ടിക്കുന്നതിന് കാരണവും അതുതന്നെയാണ്. ആളുകൾക്ക് വിവരം വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഈ ഒരു പാർട്ടിയിൽ നിൽക്കില്ല, ഈ ഒരു ഗുണ്ടാസംഘത്തിൽ നിൽക്കില്ല. ഒരു ഗുണ്ടാസംഘമായി ഇത് അധപ്പതിച്ചു പോയി. പണ്ടത്തെ മഹാന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നുള്ളവർ നിർഭാഗ്യവശാൽ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഈ ഗോവിന്ദനെ പോലെയുള്ള കുറേ വിഡ്ഢിത്തങ്ങൾ പറയുന്ന ചിലരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പാർട്ടിയെ നിലനിർത്തണമെങ്കിൽ ദാരിദ്ര്യാവസ്ഥയിലുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ വേണം. അവരെ കയ്യിലെടുക്കാനാണ് ഇത്തരത്തിലുള്ള പല ശൈശവ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നതും ഈ വേടനെ പോലെയുള്ള പീഡനവീരന്മാരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതുമൊക്കെ. എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൾ തന്നെ ഇത് തുറന്നെഴുതിയത് വിരോധാഭാസം തന്നെയാണ്. ഇനിയെങ്കിലും ഈ അണികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല.
തങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ രീതി. എന്തായാലും ഈ അണികൾക്ക് അങ്ങനെയെങ്കിലും ചിന്തിക്കാൻ ഒരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.